വിശദമായ വാർത്തകളിലേക്ക്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സജി ചെറിയാൻ സംസ്ഥാന മന്ത്രിസഭയിൽ തിരിച്ചെത്തും. നാളെ വൈകിട്ട് 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സജിയുടെ മന്ത്രിസഭാ പ്രവേശനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി. ഇക്കാര്യം സ്ഥിരീകരിച്ച ഗവർണർ മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചതായി പ്രതികരിച്ചു. നിയമോപദേശം തേടിയ ശേഷമായിരുന്നു ഗവർണറുടെ നടപടി. I had said, even yesterday I had said when I came, that it is governor has to accept the recommendation of the chief minister, but this case is slightly different because he is not being inducted for the first time. Therefore, newspapers and other sources also making various comments on it. All those things taken into consideration, whatever advice I had to give, I have given, and ultimately I accept the chief minister's decision and we will have the swearing in tomorrow. But it is not question of what I had to say, I have said to the chief minister, and that I would not like to discuss. But ultimately, even yesterday I had said that yes, in these matters his advice is binding on me. തന്റെ പേരിൽ കേസില്ലെന്നും ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. ഞാൻ രാജിവെച്ചത് എന്റെ ധാർമ്മികത, പാർട്ടിയുടെ ധാർമ്മികത ഒത്തുപിടിച്ചു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നിയമവിരുദ്ധമായി പറഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു. 6 മാസം കൊണ്ട് 6 മാസം ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജിവെച്ചു. അതാണ് എൻ്റെ മാന്യത. ആ മാന്യതയെപ്പറ്റി പലരും പറഞ്ഞില്ലല്ലോ. എന്നെ അടിമുടി വിമർശിക്കുകയല്ലേ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്നെ വേട്ടയാടുന്നില്ല. എന്തെങ്കിലും ഞാൻ എടുത്തൊരു പോസിറ്റീവായ കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുക. ഇപ്പം എൻ്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നത് ഇവിടെ ഹൈക്കോടതി കേസില്ല, മജിസ്ട്രേറ്റ് കോടതി കേസില്ല. എൻ്റെ പേരിൽ നിലവിൽ 2 പരാതി ഉണ്ടായിരുന്നു. ആ 2 പരാതി സംബന്ധിച്ച് തീർപ്പായി. ആ 2 പരാതി തീർപ്പായതിനു ശേഷം വീണ്ടും കേസുണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം അതെല്ലാം പഠിച്ചും മനസ്സിലാക്കിയാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നതും അതിന് അനുവാദം കൊടുത്തുകൊണ്ടും അതിന് തീരുമാനം നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് നടപടിയെടുക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിത്തന്നതിലേക്ക് തീരുമാനം എടുക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണറും. അങ്ങനെ അതിൻ്റെ ഒരു ഭരണഘടനാ നേതൃത്വമല്ലേ, അവരെ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എനിക്ക് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടി കഴിയുമ്പോൾ ഞാൻ അന്നേരം പറയാം ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് കഴിഞ്ഞ ജൂലൈ 6-ന് രാജിവെച്ച സജി ചെറിയാൻ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മന്ത്രിസഭയിൽ മടങ്ങിയെത്തുന്നത്. സജി ചെറിയാൻ ഉടൻ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. വി അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, വീണ്ടും സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വം അത് നീങ്ങിയിരിക്കുന്നു. ഗവർണർ ഒടുവിൽ വഴങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സജി ചെറിയാൻ പിണറായി മന്ത്രിസഭയിലേക്ക് കൂടുതൽ കരുത്തനായി തിരിച്ചെത്തുകയാണ്. CPM-ലെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ് സജി ചെറിയാൻ. പാർട്ടിയിൽ അതിശക്തനായ നേതാവ്, ആലപ്പുഴ ജില്ലയെ ഏറെക്കുറെ നിയന്ത്രിക്കുന്ന നേതാവ്. മന്ത്രിസഭയിൽ 2ാം പിണറായി മന്ത്രിസഭയിൽ വരുമ്പോഴും സജി വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുമായി നല്ല മന്ത്രി എന്ന പേരെടുത്ത് നിൽക്കുകയായിരുന്നു. അപ്രതീക്ഷിത പടിയിറക്കം, നാവുപിഴയെന്നും പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യം ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുമൊക്കെ സജി ചെറിയാൻ പറയുമ്പോഴും ഭരണഘടനയെ വിമർശിച്ച് വെല്ലുവിളിച്ച് സജി പുറത്തുപോകുന്നു. എന്നാൽ സജിയെ അങ്ങനെ ദീർഘകാലം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല നിലപാട് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും CPM-ഉം സ്വീകരിച്ചു. സജിക്ക് തിരിച്ചു വരാൻ ഇടമൊരുക്കിയാണ് സജിയെ ഒഴിവാക്കുന്നത്. സജിയോട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ പറയുന്നത്. അതേ സ്ഥാനത്തേക്ക് സജി ചെറിയാൻ മടങ്ങിയെത്തുകയാണ്. CPM-ന്റെ ആ തീരുമാനം വളരെ ശക്തമായി നടപ്പാക്കുകയാണ്. 4-ാം തീയതി സത്യപ്രതിജ്ഞ ഉണ്ടാകുന്ന തരത്തിൽ സർക്കാർ കേന്ദ്രങ്ങൾ ആ രീതിയിൽ ഗവർണറുടെ സമയം 4-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്ക് സമയമുണ്ടാകുമോ എന്ന് ഗവർണറോട് ചോദിക്കുമ്പോൾ വളരെ അനുകൂലമായ ഒരു മറുപടി സർക്കാർ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. പക്ഷേ പതിവ് പോലെ മറ്റു വിഷയങ്ങളെന്ന പോലെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അത്യന്തം നാടകീയതയുണ്ടാക്കിയാണ് രാജ്ഭവൻ ഇവിടെയും ഒടുവിൽ സർക്കാരിന് വഴങ്ങുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നത്. ഗവർണർ പറഞ്ഞതുപോലെ തനിക്ക് ഈ വിഷയത്തിൽ ചില ആശങ്കകളുണ്ട്. അത് ഇന്നലെ ഗവർണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ അദ്ദേഹം ഈ വിഷയത്തിൽ ഫോണിലൂടെ ബന്ധപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രിയുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ശുപാർശയ്ക്ക് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത്.
ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയാൽ തിരികെ വന്നാൽ അത് വീണ്ടും നിയമപരമായി ചോദ്യം ചെയ്യപ്പെടില്ലേ എന്ന ആശങ്ക മുഖ്യമന്ത്രിയോട് ഗവർണർ പങ്കുവച്ചതായാണ് വിവരം. എന്നാൽ അതുണ്ടാകില്ല. കോടതികളിൽ നിന്ന് വളരെ അനുകൂലമായ നിലപാട് തന്നെ സർക്കാർ പ്രതീക്ഷിക്കുന്നു. അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന മറുപടി മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി. അതിനെ തുടർന്നാണ് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഇത്ര ആത്മവിശ്വാസത്തിലാണെങ്കിൽ താനായിട്ട് ഇതിന് തടസ്സം നിൽക്കുന്നില്ല, തന്റെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ സജി ചെറിയാന്റെ മടങ്ങിവരവിന് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉച്ചയ്ക്കും അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ വിഷയങ്ങളിൽ തനിക്ക് ആശങ്കയുണ്ട്, അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഡ്വൈസാണ് തനിക്ക് ബൈൻഡിംഗ്, താൻ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, അതുകൊണ്ട് അനുമതി നൽകുന്നത് ഗവർണറും വ്യക്തമാക്കുന്നു. ഗവർണറും തന്റെ ഭാഗം സുരക്ഷിതമാക്കുകയാണ്. നാളൊരു കാലത്ത് ഏതെങ്കിലും കോടതികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തിയ ആളെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകിയെന്ന് ചോദിച്ചാൽ താൻ നിയമോപദേശം തേടിയിരുന്നു, തന്റെ ആശങ്ക മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്ന മറുപടി രാജ്ഭവന് ഗവർണർക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. ശരി, തീർച്ചയായും വി വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ തുടരുക. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പ് സജി ചെറിയാൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. തന്റെ പേരിൽ കേസില്ലെന്നും ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നും സജി ചെറിയാൻ ആവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായിട്ടും അദ്ദേഹം അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. താൻ ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിൽ അല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്, മറിച്ച് അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെ സജി ചെറിയാൻ തുടരുകയാണ്. എന്തായാലും അദ്ദേഹം അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് തനിക്ക് മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിൽ മറ്റ് നിയമ തടസ്സങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. അത് നിലവിൽ നിൽക്കുന്ന കേസുകളൊക്കെ തന്നെയും ഹൈക്കോടതി MLA സ്ഥാനം രാജിവെക്കുന്നതിനെ സംബന്ധിച്ച് അനുകൂലമായി പുറപ്പെടുവിച്ച വിധിയടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തനിക്ക് അത്തരത്തിൽ നിയമ തടസ്സങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതേസമയം മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച്, അതായത് സത്യപ്രതിജ്ഞയെ സംബന്ധിച്ച് മറ്റ് അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് ഞങ്ങളുള്ളത് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ്. ഇവിടെ ഔദ്യോഗികമായ ചില മീറ്റിംഗുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ നാളെ എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം അത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ക്ഷണമോ മറ്റും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ മീറ്റിംഗിന് ശേഷം മറ്റ് പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി സജി ചെറിയാനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ നിലപാടുകൾ തന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗവർണർ അങ്ങനെ പറഞ്ഞതിൽ, അതായത് സത്യപ്രതിജ്ഞ നാളെ എന്നുള്ളത് സംബന്ധിച്ച് അനുമതി നൽകിയതിൽ സന്തോഷമുണ്ട് എന്നുള്ളത് അദ്ദേഹം വാക്കാൽ പറയുകയും ചെയ്തു. പക്ഷേ നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഇത് സംബന്ധിച്ചുള്ള എല്ലാ പ്രതികരണങ്ങളും മുഖ്യമന്ത്രി പറയും എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടി സജി ചെറിയാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിനായുള്ള ഒരു മടക്കമാണ്. എന്തായാലും ഈ ക്യാമ്പ് ഓഫീസിലടക്കം ആ ഒരു സന്തോഷം പ്രകടമാണ്. നീണ്ട 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സജി ചെറിയാൻ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നത്. നമുക്കറിയാം ഭരണഘടനാ വിരുദ്ധ പ്രസ്താവന നടത്തി എന്നുള്ള വിമർശനത്തിന്റെയും ഒപ്പം തന്നെ അത്തരം കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം അത്തരം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് മന്ത്രി എന്ന രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രകടനം, അത് മികവുറ്റതായിരുന്നു എന്നുള്ളത് എല്ലാ തലത്തിലും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു മടങ്ങിപ്പോക്ക്, സജി ചെറിയാന് പകരമായി മറ്റൊരു മന്ത്രി വന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ നിന്നും CPM-ന്റെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റൊരു പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും സജി ചെറിയാന് പകരം ഒരു മന്ത്രി ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു. അത് സംസ്ഥാന നേതൃത്വം അത്തരത്തിലൊരു ഉറപ്പ് സജി ചെറിയാൻ നൽകുകയും ചെയ്തിരുന്നു. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആലപ്പുഴയിലെ പാർട്ടിയെ നേതൃത്വത്തോടൊപ്പം ഒറ്റക്കെട്ടായി കൊണ്ടുവന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ആ രീതിയിൽ സജിക്ക് എല്ലാവിധ പിന്തുണയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വകുപ്പുകൾ വീതിച്ചു നൽകിയതല്ലാതെ പകരം ഒരു മന്ത്രി വരാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെ തടയുകയും ചെയ്തത്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് ആലപ്പുഴയിലെ സജി ചെറിയാന്റെ ക്യാമ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന സജി ചെറിയാൻ പിന്നീട് ഇങ്ങോട്ട് മടങ്ങി വരിക മന്ത്രിസ്ഥാനത്ത് തന്നെ ആയിരിക്കും. പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരദേശം അടക്കമുള്ള സംസ്ഥാനത്ത് ഒട്ടുകയുള്ള തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളെ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങി വരുന്നത്. ഉച്ചയോടുകൂടി അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം.
ശരി, ശരണ്യ സ്നേഹജനാണ് ചെങ്ങന്നൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ ആശ്ചര്യപ്പെടുത്തുന്ന സംഭവം എന്തെന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണറുടെ പ്രതികരണത്തിൽ നിന്നും ഇന്ന് രാവിലെ രാജ്ഭവനിൽ നിന്ന് നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരമൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിൽ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണറുടെ ഭാഗത്ത് നിന്ന്, രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഒരു തടസ്സം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചായിരുന്നു രാഷ്ട്രീയ കേരളം ഉണ്ടായിരുന്നത്. പക്ഷേ ആ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു അനുമതി ലഭിച്ച പോലെയാണ് നമ്മൾ കരുതേണ്ടത്, അല്ലേ? ആര്യ, രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, എല്ലാ വിഷയങ്ങളിലും പോലെ സർക്കാരിനെ അത്ര എളുപ്പം വഴങ്ങിക്കൊടുക്കുക എന്ന നിലപാടല്ല ഗവർണർ ചെയ്യുന്നത്. തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നൊരു നീക്കം എല്ലാ വിഷയങ്ങളിലും ഗവർണർ നടത്താറുണ്ട്. അതിനൊടുവിൽ സർക്കാരിന്റെ തീരുമാനത്തിന് വഴങ്ങുക അല്ലെങ്കിൽ തന്റെ ഭരണഘടനാപര ഉത്തരവാദിത്വം നിർവഹിക്കുക ഗവർണർ ചെയ്യാറുമുണ്ട്. അതാണ് ഇവിടെ നടന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെ ഗവർണർക്ക് തന്റെ ഭാഗം കൂടി സുരക്ഷിതമാക്കേണ്ടതുണ്ട്. നാളെ ഇത് ഏതെങ്കിലും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എന്തിന് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തി പുറത്തുപോയ ഒരാൾ അതിൽ നിന്ന് സാഹചര്യം ഏറെയൊന്നും മാറാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അനുമതി കൊടുത്തു, അതിന് വഴിയൊരുക്കിയെന്ന ചോദ്യം നാളെ രാജ്ഭവന് നേരെ ഉണ്ടാകാം. സ്വാഭാവികമായും സജി ചെറിയാന്റെ പുനഃപ്രവേശം നിയമ നടപടികളിലേക്ക് നീങ്ങാൻ ഇടയുണ്ട്. അവിടെ ഗവർണർ തന്റെ ഭാഗം സേഫാക്കുകയാണ്, സുരക്ഷിതമാക്കുകയാണ് ചെയ്തത്. താൻ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടു, നിയമോപദേശം തേടി, അതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകി. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ താൻ ഇത്തരത്തിലുള്ള തന്റെ ആശങ്ക അറിയിച്ചിരുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂടി പരിഗണിച്ചുകൊണ്ട് തന്റെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുകയാണ് താൻ ചെയ്തതെന്ന് ഗവർണർക്ക് അവിടെ വാദിക്കാം. അതുതന്നെയാണ് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. ഗവർണർ തന്റെ ഭാഗം രണ്ട് രീതിയിൽ സേഫാക്കിയിരിക്കുന്നു. ഒന്ന്, ഭാവിയിൽ കോടതി നടപടികൾ വരുമ്പോൾ തനിക്ക് അവിടെ പറഞ്ഞു നിൽക്കാനുള്ള ഒരു വഴി അദ്ദേഹം തുറന്നിടുന്നു. മറ്റൊന്ന്, തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കൂടി ഗവർണർ നിർവഹിക്കുന്നു. അനിശ്ചിതകാലത്തേക്ക് മുഖ്യമന്ത്രിയുടെ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവർണർക്ക് ആകില്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് ഇതിന് അനുമതി നൽകിയേ മതിയാകൂ. അതാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ സർക്കാരിന്റെ ഭാഗവും ഗവർണറുടെ ഭാഗവും വിജയിച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. സർക്കാരിന് അവിടെയും അല്പം ഒരു മേൽക്കൈ ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും വി അരുണും ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതേസമയം സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ പ്രതിപക്ഷം. സജി ചെറിയാനെ മന്ത്രിയാക്കുന്നത് അധാർമികവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും സതീശൻ പറഞ്ഞു. ശ്രീ സജി ചെറിയാനെ മന്ത്രിസഭയിലെടുക്കാനുള്ള തീരുമാനം അധാർമികവും ഭരണഘടനയോടുള്ള അവഹേളനവുമാണ്. കൃത്യമായ പരിശോധനകളോ സാക്ഷിമൊഴികളോ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള പോലീസിന്റെ റിപ്പോർട്ട്. ഇപ്പോഴും ഈ പരാതിക്കാരൻ, ഈ തിരുവല്ല കോടതിയിലെ കേസ് കൊടുത്ത പരാതിക്കാരൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ആ കേസിരിക്കുന്നത്. ഇവിടെ ഒരു മന്ത്രി തന്നെ ഗോൾവാൾക്കറിന് സമാനമായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. അപ്പം എം ഇ ഗോവിന്ദൻ സജി ചെറിയാന്റെ പ്രസംഗം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം RSS നേതാവ് ഗോൾവാൾക്കർ പറഞ്ഞതിനെ കൃത്യമായി അംഗീകരിക്കുന്നു എന്നുള്ള അതുകൂടി പറഞ്ഞാൽ മതി. ഗവർണറുടെ നടപടി അധാർമികമാണെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. നിയമവിരുദ്ധമായ എല്ലാ കാര്യവും സർക്കാരിന് ചെയ്യാമെന്ന രീതിയായെന്നും ചെന്നിത്തല പറഞ്ഞു. സജി ചെറിയാനെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന നടപടി അധാർമികമാണ്, നിയമവിരുദ്ധമാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് മന്ത്രിയാകുന്ന ഒരാള് ഭരണഘടനയെ തന്നെ അപമാനിച്ച സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് കോടതിയാണ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്? രാജിവെച്ച അദ്ദേഹത്തിനെതിരായ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരാൾ മന്ത്രിയാകുന്ന നടപടി ജനാധിപത്യ കേരളത്തിന് അപമാനകരമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ഗവൺമെന്റ് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ബഹുമാനപ്പെട്ട ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള കത്ത് കൊടുത്തതായി മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണറാണ് സമയം നിശ്ചയിച്ച് അറിയിക്കുന്നത്. അങ്ങനെ യാതൊരു അറിയിപ്പും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടാത്തൊരു കാര്യം ഞാനങ്ങനെ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ഉണ്ടെന്നുള്ളത് ചീഫ് സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടില്ല. വരാത്തിടത്തോളം ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ടില്ല. അറിയിപ്പ് വരുവാണെങ്കിൽ
സത്യപ്രതിജ്ഞ ബാധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോകും. അത്രേ ഞാൻ മടങ്ങി ഒന്നും പൂർത്തീകരിക്കാൻ അത് മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം. ഞാൻ രാജിവെച്ചതിൻ്റെ ധാർമ്മികത പാർട്ടിയുടെ ധാർമ്മികത ഒത്തുപിടിച്ചു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പറയുന്നതെല്ലാം ഇപ്പം എനിക്ക് മറുപടി പറയാൻ പറ്റും. എന്ത് ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പങ്കെടുത്ത് ഡിവിഷൻ ബെഞ്ച് എൻ്റെ MLA സ്ഥാനം കളയണമെന്ന് പറഞ്ഞ പരാതിയിന്മേൽ എടുത്ത തീരുമാനം നിങ്ങളുടെ മുമ്പിലില്ലേ? MLA ആയിരിക്കുന്ന ഒരാൾക്ക് മന്ത്രി ആയിരിക്കാൻ പറ്റും. അത് തീരുമാനിക്കേണ്ട ഗവൺമെൻറ്. അപ്പോൾ ഞാൻ നിയമവിരുദ്ധമായി പറഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു. 6 മാസം കൊണ്ട് 6 മാസം ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജിവെച്ചു. അതാണ് എൻ്റെ മാന്യത. ആ മാന്യതയെപ്പറ്റി പലരും പറഞ്ഞില്ലല്ലോ. എന്നെ അടിമുടി വിമർശിക്കുകയല്ലേ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്നെ വേട്ടയാടുന്നത്. എന്തെങ്കിലും എൻ്റെ ഒരു ഞാൻ എടുത്തൊരു പോസിറ്റീവായ കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുക. ഇന്ന് കേരള കൗമുദി അതിൻ്റെ എഡിറ്റോൾ നല്ല വൃത്തിയായിട്ട് എഴുതിയല്ലോ. കേരള കൗമുദി നന്നായിട്ട് എഴുതി. അവർ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വസ്തുതാപരമായി ചില മാധ്യമങ്ങൾ നന്നായി പറയുന്നുണ്ട്. പക്ഷേ നല്ല ശതമാനം മാധ്യമങ്ങൾ അങ്ങനെയല്ല. കേസുണ്ട്. എന്ത് കേസ്? എൻ്റെ പേരിൽ എവിടെ കേസുണ്ട്? നിങ്ങൾ പറ. ഇപ്പം എൻ്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നത് എവിടെയാന്ന് പറയാം. ഹൈക്കോടതി കേസില്ല, മജിസ്ട്രേറ്റ് കോടതി കേസില്ല. എൻ്റെ പേരിൽ നിലവിൽ 2 പരാതി ഉണ്ടായിരുന്നു. ആ 2 പരാതി സംബന്ധിച്ച് തീർപ്പായി. ആ 2 പരാതി തീർപ്പായതിനു ശേഷം വീണ്ടും കേസുണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അതെല്ലാം പഠിച്ചും മനസ്സിലാക്കിയാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നതും അതിന് അനുവാദം കൊടുത്തുകൊണ്ടും അതിന് തീരുമാനം നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് നടപടിയെടുക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിത്തന്ന് അതിലേക്ക് തീരുമാനം എടുക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണറും അങ്ങനെ അതിൻ്റെ ഒരു ഭരണഘടനാ നേതൃത്വമല്ലേ, അവർ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ വരട്ടെ. എനിക്ക് ഔദ്യോഗിക അറിയിപ്പ് കിട്ടി കഴിയുമ്പോൾ ഞാൻ തിരികെ വാർത്തകളിലേക്ക്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അധിക നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ നിലവിൽ തന്നെ ഉണ്ടെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ജസ്റ്റിസുമാരായ എസ് അബ്ദുൾ നസീർ, എസ് ബൊപ്പണ്ണ, BR ഗവായ്, വി രാമസുബ്രഹ്മണ്യൻ, BV നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിക്ക് ഒപ്പം ജസ്റ്റിസ് BV നാഗരത്ന പ്രത്യേക വിധിയും എഴുതി. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് രശ്മി മരിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെതിരെ രശ്മിയുടെ കുടുംബം രംഗത്തു വന്നു. ഓൺലൈനായി വാങ്ങിയ ഭക്ഷണം കഴിച്ച ശേഷമാണ് രശ്മി രാജിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നു. അവൻ്റെ ചെലവിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ആയിരിക്കണം ഈ ഹോട്ടൽ ഏതാണെന്നും സർക്കാർ കണ്ടുപിടിച്ച് അവരെ നടപടി ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. കാരണം പോലീസുകാരെ ബന്ധപ്പെട്ട നടക്കുകയില്ല, അത് ക്രൈംബ്രാഞ്ച് പോലീസിനെ ബന്ധപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇത് നടക്കൂ. കാരണം നമ്മുടെ കൊച്ചു പോയി മറ്റുള്ള കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാകരുത് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് എന്തിനാണ് ഭൂമി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ മനുഷ്യരെ നശിപ്പിക്കുന്നവരെ ഇവരെത്രയും വേഗം ഇവരെ പിടിച്ച് അവരെ ആ വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. പോലെ ഇങ്ങനത്തെ ഫുഡ് കൊടുത്ത് ഇവരെന്തിനിങ്ങനെ സമ്പാദിക്കുന്നത്? എന്തിനാ സമ്പാദിക്കുന്നത്? സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹോട്ടൽ അടിച്ചു തകർത്തു. നഗരസഭയുടെ വീഴ്ചയാണ് രശ്മിയുടെ മരണത്തിന് കാരണമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഒട്ടനവധി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് വരുന്ന ഒട്ടനവധി ഹോട്ടലുകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവിടെ ഒന്നും തന്നെ കൃത്യമായ നല്ല ശുദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് നിരവധി തവണ നമ്മൾ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്.
അതിലൊന്നും ഒരു നടപടി എടുക്കാതെ ശരിക്കും നമ്മുടെ ഇന്നലെ മരണപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട നമ്മുടെ രശ്മി രാജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ സീസണുകളിൽ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ ഓർത്തോ വാർഡുകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും മാനുഷികമായി ഇടപെടുകയും ആ കൃത്യമായ രീതിയിൽ ഇടപെടുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ശരിക്കും ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം നാളെ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു അനാസ്ഥ നമ്മുടെ ഭരണ അധികാരികൾക്ക് ഉണ്ടാകരുത് എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇവിടുന്ന് പ്രതിഷേധം മുനിസിപ്പാലിറ്റിയിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലർമാർ കോട്ടയം നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു. ഇതിന് മുമ്പ് ഒരു വിഷയം നോട്ടീസ് ചെയ്ത് വന്നപ്പോഴേ അതിന്റെ റിപ്പോർട്ട് നഗരസഭ ഹോട്ടലിനോടനുബന്ധിച്ച് അടുക്കളയുണ്ടെങ്കിൽ ഹോട്ടലിനായിട്ട് കൊടുക്കാൻ പറ്റും. ഇല്ലേ സപ്ലൈ കേന്ദ്രത്തിന് ഹോട്ടലിന് പ്രത്യേക ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ? തീർച്ചയായിട്ടും ലൈസൻസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, വളരെ വലിയ പ്രതിഷേധമാണ് നഗരസഭയ്ക്കും അതേസമയം ഹോട്ടലിനുമെതിരെയൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഇനി നിർണായകമാകാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ? അതുകൂടി സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും രശ്മിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലാണ് അവർ ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ പൊതുദർശനം സഹപ്രവർത്തകർക്ക് കാണാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണിയോടെ കിളിരൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമുണ്ടാകുന്നു. നേരത്തെയും ഈ ഹോട്ടലിനെതിരെ ആരോപണം ഉണ്ടായിരുന്നതാണ്. അന്ന് 21 പേർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി. അതിനുശേഷം 7 ദിവസത്തിന് ശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അത് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ കോട്ടയം നഗരസഭ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസും ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് രശ്മി കഴിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ഓൺലൈൻ വഴിയാണ് ഇവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചത് എന്നതാണ് രശ്മിയുടെ ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് രശ്മിയുടെ ബന്ധുക്കളും രശ്മിയുടെ ഫോണും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് അതിൽ പരിശോധന നടത്തിയാണ് തുടർ നടപടിക്ക് സ്വീകരിക്കുന്നത്. എന്തായാലും രശ്മിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ തന്നെയാണ്. അതിന്റെ പ്രാഥമിക വിവരങ്ങൾ വൈകാതെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ആന്തരാവയവ പരിശോധനാ ഫലമൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അതും ഒരു പരിധിവരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇതിന് ശേഷമായിരിക്കും പോലീസിന്റെ കാര്യമായ തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കടുത്ത പ്രതിഷേധം തുടരുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും നഗരസഭയുടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒന്നും കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിൽ ഹോട്ടലുകൾക്കെതിരെ സ്വീകരിക്കുന്നില്ല, പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന ആക്ഷേപം. ആര്യ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അറസ്റ്റിലായ കൊച്ചി എടവനക്കാട് സ്വദേശി മുഹമ്മദ് മുബാറക്കിനെ കസ്റ്റഡിയിൽ വിട്ട് കൊച്ചി NIA കോടതി 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്ന മുബാറക് ഹൈക്കോടതി അഭിഭാഷകനാണ്. PFIയുടെ ഹിറ്റ് സ്ക്വാഡിൽ ഇയാൾ അംഗമായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും മഴു, കഠാര, വാൾ അടക്കമുള്ള ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. മുബാറക് PFIയുടെ നേതൃനിരയിൽപ്പെട്ട ആളാണെന്ന് NIA റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഏരിയ ഡിവിഷണൽ റിപ്പോർട്ടർമാർ തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള കൃത്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ചുമതല ഇയാൾക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുനഃസംഘടന വൈകുന്നതിൽ അതൃപ്തിയുണ്ടെന്ന് പരസ്യമാക്കി കെ മുരളീധരൻ. താഴെത്തട്ടിൽ പുനഃസംഘടന അത്യാവശ്യമാണ്. അതിന് നേതൃത്വം പരിഹാരം കാണണം. BJPയും CPMും ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നും കോൺഗ്രസ് ഇപ്പോഴും പുനഃസംഘടനയിൽ നിൽക്കുകയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് K കരുണാകരൻ അനുസ്മരണത്തിലാണ് മുരളീധരന്റെ പ്രതികരണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പ്രസംഗിച്ചാൽ പോരാ, പണിയെടുക്കണം. ഇപ്പോ CPMന്റെ വീട് കയറ്റം തുടങ്ങി, BJPക്കാർ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഇറങ്ങുന്നു. നമ്മളിപ്പോഴും പുനഃസംഘടന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് വേഗം നടത്തി നമുക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ ഉള്ള സൗകര്യം വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ. കോൺഗ്രസ് പുനഃസംഘടനാ കാര്യങ്ങൾ KPCC നേതൃത്വത്തോട് ചോദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണമെന്ന മുരളീധരന്റെ പരാമർശം സംബന്ധിച്ച ചോദ്യത്തോടാണ് പ്രതികരണം.
കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രസംഗിച്ച് നടന്നാൽ പോരാ, ഇറങ്ങി പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൊതുസംഘടന വൈകുന്നേരം അതിർത്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കാം. മൃദു ഹിന്ദുത്വ വിവാദത്തിൽ AK ആന്റണിയെ പിന്തുണച്ച് ശശി തരൂർ. താനും ചന്ദനക്കുറി ഇടുന്ന ആളാണ്. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദുത്വ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. K കരുണാകരൻ തികഞ്ഞ മതേതരവാദിയായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. ക്ഷേത്രത്തിൽ പോകാൻ സമയം കിട്ടിയാൽ ചന്ദനക്കുറി ഒരു പക്ഷെ കാണും. സമയം കിട്ടാത്ത രാവിലെയിൽ അത് കാണില്ല. അതിനൊരു രാഷ്ട്രീയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ നമ്മൾ എല്ലാവരെയും ഒന്നായി കാണുന്നുണ്ടോ, എല്ലാവർക്കും വേണ്ടി എല്ലാ സമുദായത്തിനും ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടോ, അതാണ് അറിയേണ്ടത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ വർഗീയതയുടെ ഒരു ഐഡിയോളജിയാണ്. ഞങ്ങൾ അതല്ല പറയുന്നത്. ഞങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വാസികളാണ്. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തന്മാരാണ്. പക്ഷെ അതിന്റെ അർത്ഥമല്ല അത് നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ആവശ്യമില്ല മതം. അതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അതാണ് എന്റെയും സ്റ്റാൻഡ്, അതാണ് പലവരുടെയും. പക്ഷെ ഞാൻ പഠിച്ച ഹിന്ദുവിസം, ഞാൻ വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഹിന്ദുവിസമിൽ ഒരു മനുഷ്യനും വേറെ ഒരു മതത്തിലെ ആളെ നമ്മൾ ആക്ഷേപിക്കില്ല. അവർക്ക് അവകാശമുണ്ട്, അവരുടെ രീതിയിൽ അവർ പ്രാർത്ഥിക്കാനും എനിക്ക് അവകാശമുണ്ട് എന്റെ രീതിയിൽ. സജി ചെറിയാൻ അന്ന് പ്രസംഗത്തിൽ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങളോട് CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ CPM-ഉം RSSന്റെ ലൈൻ തന്നെയാണ്. ഇത് RSSന്റെ ആശയമാണ് സജി ചെറിയാൻ അവിടെ പ്രകടിപ്പിച്ചത്. ഞാൻ നിയമസഭയിൽ വെച്ച് തന്നെ വിചാരധാരയും സജി ചെറിയാന്റെ പ്രസംഗത്തിലെയും വാക്കുകൾക്ക് സമാനതകളുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചതാണ്. അപ്പോൾ CPM അത് അംഗീകരിക്കുകയാണ്. RSSന്റെ ആശയത്തോട് CPM അംഗീകരിക്കുകയാണ്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസാധാരണമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ നടപടി തികച്ചും തെറ്റാണ്. ഇതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ അതിനെതിരായ പ്രതിഷേധം പ്രകടിപ്പിക്കും. അത് ഏത് രീതിയിലാണെന്ന് UDF നേതാക്കളുമായിട്ട് ആലോചിച്ചതിന് ശേഷം പറയും. അല്ല, അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകില്ല. അപ്പൊ അദ്ദേഹത്തിന് പ്രതിഷേധം കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അന്നും അദ്ദേഹം ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അന്ന് ആദ്യത്തെ പ്രതികരണം, ആദ്യം പ്രതിപക്ഷം ഈ അദ്ദേഹത്തിന്റെ ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെതിരായി ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ഈ പ്രതിഷേധത്തെ ഞാൻ കണക്കിലെടുക്കുന്നില്ല എന്നാണ് അന്നും പറഞ്ഞത്. പക്ഷെ അന്ന് രാജിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പൊ ഞങ്ങൾ നിയമപരമായ പോരാട്ടവും തുടരും. ഇതോടൊപ്പം ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കുകയും നിയമപരമായ വഴികൾ തേടുകയും ചെയ്യും. ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ പരാതിക്കാരൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പുതിയ പുലരികൾ, പുതിയ വർത്തമാനങ്ങൾ, നാടെങ്ങും നിന്ന് പ്രഭാത കേരളം, തലക്കെട്ടുകളിലൂടെ പകലിന് ചൂടേറുമ്പോൾ തിളയ്ക്കുന്ന വാർത്തകളുമായി അതിവേഗം, അതിസൂക്ഷ്മം, കൃത്യതയോടെ ഓരോ വാർത്തയും. ന്യൂസ് 18 കേരളം. ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള കത്ത് കൊടുത്തതായി മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഗവർണറാണ് സമയം നിശ്ചയിച്ച് അറിയിക്കുന്നത്. അങ്ങനെ യാതൊരു അറിയിപ്പും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടാത്തൊരു കാര്യം ഞാനങ്ങനെ പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് ഉണ്ടെന്നുള്ളത് ചീഫ് സെക്രട്ടറി എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടില്ല. വരാത്തിടത്തോളം ഞാൻ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ടില്ല. അറിയിപ്പ് വരുവാണെങ്കിൽ സത്യപ്രതിജ്ഞ കൊണ്ട് ബാധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോകും. അത്രേ. ഞാൻ
ഒന്നും പൂർത്തീകരിക്കാനില്ല. അത് മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം. ഞാൻ രാജിവെച്ചത് എൻ്റെ ധാർമ്മികത, പാർട്ടിയുടെ ധാർമ്മികത ഒത്തുപിടിച്ചു. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞാൻ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങളിങ്ങനെ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. നിങ്ങൾ പറയുന്നതെല്ലാം ഇപ്പം എനിക്ക് മറുപടി പറയാൻ പറ്റും. എന്ത് ഭരണഘടനാ വിരുദ്ധമായി പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം പങ്കെടുത്ത് ഡിവിഷൻ ബെഞ്ച് എൻ്റെ MLA സ്ഥാനം കളയണമെന്ന് പറഞ്ഞ പരാതിയിന്മേൽ എടുത്ത തീരുമാനം നിങ്ങളുടെ മുമ്പിലില്ലേ? MLA ആയിരിക്കുന്ന ഒരാൾക്ക് മന്ത്രിയായിരിക്കാൻ പറ്റും. അത് തീരുമാനിക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ ഞാൻ നിയമവിരുദ്ധമായി പറഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു. 6 മാസം കൊണ്ട് 6 മാസം ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജിവെച്ചു. അതാണ് എൻ്റെ മാന്യത. ആ മാന്യതയെപ്പറ്റി പലരും പറഞ്ഞില്ലല്ലോ. എന്നെ അടിമുടി വിമർശിക്കുകയല്ലേ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എന്നെ വേട്ടയാടുന്നത്. എന്തെങ്കിലും എൻ്റെ ഞാൻ എടുത്തൊരു പോസിറ്റീവായ കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാൻ കടിച്ചു തൂങ്ങിയില്ലല്ലോ. അത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുക. ഇന്ന് കേരള കൗമുദി അതിൻ്റെ എഡിറ്റോൾ നല്ല വൃത്തിയായിട്ട് എഴുതിയല്ലോ. കേരള കൗമുദി നന്നായിട്ട് എഴുതി. അവർ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വസ്തുതാപരമായി ചില മാധ്യമങ്ങൾ നന്നായി പറയുന്നുണ്ട്. പക്ഷേ നല്ല ശതമാനം മാധ്യമങ്ങൾ അങ്ങനെയല്ല. കേസുണ്ട്. എന്ത് കേസ്? എൻ്റെ പേരിൽ എവിടെ കേസുണ്ട്? നിങ്ങൾ പറ. ഇപ്പം എൻ്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നത് എവിടെയാന്ന് പറയാം. ഹൈക്കോടതി കേസില്ല, മജിസ്ട്രേറ്റ് കോടതി കേസില്ല. എൻ്റെ പേരിൽ നിലവിൽ 2 പരാതി ഉണ്ടായിരുന്നു. ആ 2 പരാതി സംബന്ധിച്ച് തീർപ്പായി. ആ 2 പരാതി തീർപ്പായതിനു ശേഷം വീണ്ടും കേസുണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അതെല്ലാം പഠിച്ചും മനസ്സിലാക്കിയാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നതും അതിന് അനുവാദം കൊടുത്തുകൊണ്ടും അതിന് തീരുമാനം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് നടപടിയെടുക്കുന്നത്. അതിലേക്ക് കാര്യങ്ങൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിത്തന്നതിലേക്ക് തീരുമാനം എടുക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണറും. അങ്ങനെ അതിൻ്റെ ഒരു ഭരണഘടനാ നേതൃത്വമല്ലേ, അവർ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ വരട്ടെ. എനിക്ക് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടി കഴിയുമ്പോൾ ഞാൻ അന്നേരം പറയാം ഞാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത്. നിങ്ങൾക്ക് ഈ നിയമം പഠിച്ചിട്ടുണ്ടോ? കൗമാര കലോത്സവത്തിന് തിരിതെളി. സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. കലോത്സവ ആഘോഷങ്ങളിൽ കോഴിക്കോട് 61ാമത് സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ചു. രാവിലെ 8:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പതാക ഉയർത്തിയതോടെയാണ് കലോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. 10 മണിയോടെ പ്രധാന വേദിയായ വിക്രം മൈതാനിയിൽ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ്. മറ്റു ദീപങ്ങൾ കൊളുത്തുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പരിച്ഛേദമാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറുന്ന കാലത്തേക്ക് തുറന്നുപിടിച്ച കണ്ണാടിയാണ് കലോത്സവം. കല ജാതിക്കും മതത്തിനും അതീതമാണ്. മാറുന്ന കാലത്തിലേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവം. ജാതിക്കും മതത്തിനും അതീതമാണ് കല. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ വാസനകൾ വളർത്താൻ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനെന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കും. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണം. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒരിക്കലും ഇത് രക്ഷിതാക്കളും ടീച്ചർമാരുമായുള്ള മത്സരമായി മാറാതെ കുട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറാൻ നമുക്ക് സാധിക്കണം. ഏറെ പുതുമയുള്ള ഈ കലോത്സവം നമ്മുടെ ഓർമ്മയിൽ ഒരാവേശമായി ഒരാദരവായി നിറഞ്ഞു നിൽക്കട്ടെ. ചടങ്ങിൽ മുഖ്യാതിഥിയായ സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത് തന്റെ കലോത്സവ ഓർമ്മകൾ പങ്കുവച്ചു. അന്ന് എന്തൊക്കെ ടെൻഷനിലാണ്, ആരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കാലുകൾ എടുത്തു വെച്ചതോ അതേ ഒരു വികാരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇത്രയും ദൈവികമായ വേദികൾ കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനവും ശ്രദ്ധേയമായിരുന്നു.
ടീം ന്യൂസ് 18 കോഴിക്കോട്. ഉദ്ഘാടനത്തിന് ശേഷം കലോത്സവ വേദികൾ ഉണർന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, ചാക്യാർകൂത്ത്, കോൽക്കളി തുടങ്ങിയ ഇനങ്ങൾ ആദ്യ ദിനമായ ഇന്ന് അരങ്ങേറും. CV അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, വേദികൾ ഉണർന്നു കഴിഞ്ഞു. എങ്ങനെ പുരോഗമിക്കുന്നു കലാമാമാങ്കം? നിൽക്കാനുള്ളൊരു സംവിധാനം അവിടെ ഒരുക്കേണ്ടതാണ്. ആര്യ, കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തിന്റെ ഊർജത്തിലേക്ക്, ഉഷാറിലേക്ക്, ലഹരിയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ്. ഒട്ടുമിക്ക വേദികളും ഇതിനോടകം തന്നെ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രധാന വേദികളിൽ മോഹിനിയാട്ടം, നാടകം, ഭരതനാട്യം, കുച്ചിപ്പുടി, കോൽക്കളി, മോണോ ആക്ട്, ചാക്യാർകൂത്ത് തുടങ്ങി വിവിധ ഇനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും നിശ്ചയിച്ചതിനേക്കാൾ അല്പം സമയം വൈകിയാണ് മത്സരങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ചതിനേക്കാൾ മുൻപ് കരുതിയതിനേക്കാൾ വൈകാനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടുപുരയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 9 കൗണ്ടറുകളിലായിട്ട് വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഇവിടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഊട്ടുപുര ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പോയി സംഘടനാ സമിതിക്കാർ ചേരുന്നുണ്ട്. എത്ര പേർക്ക് ഒരു സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം? എത്ര മണിക്കൂർ? എത്ര പേര് ഒരു സമയത്ത്? ഒരു നേരം 1500 പേർക്ക് ഭക്ഷണം കഴിക്കാം. 1500 ഒരു കൗണ്ടറിൽ നമ്മൾ 280 ആണ്. അങ്ങനെ ചില കൗണ്ടറിൽ 3 ലെയർ ഇട്ടിട്ടുണ്ട്, 2 ലെയർ ഇട്ടിട്ട് 250. ഏതാണ്ട് ഒരു 5000-നടുത്ത് പാർസൽ തന്നെ കൊടുക്കുന്നുണ്ട് വിവിധ കമ്മിറ്റികൾക്ക്, പ്രോഗ്രാം, അതുപോലെ പോലീസ്, ഫയർഫോഴ്സ്, അവർക്കൊക്കെ തന്നെ നേരിട്ട് പാർസലായിട്ട് പോകുന്നുണ്ട്. പിന്നെ 10 കൗണ്ടറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കോഴിക്കോടിന്റെ പ്രത്യേക പേരുകളൊക്കെ കൊടുത്തുകൊണ്ടാണ്. അതെ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുകൾ കൊടുത്തുകൊണ്ടാണ് ഒരു വെറൈറ്റി എന്നത്. മറ്റൊരു സവിശേഷം, നമ്മൾ ഈ കൗണ്ടറുകളൊന്നും തന്നെ ഇന്നലെ 2 മണിക്ക് ആരംഭിച്ച് ഇനി പരിപാടി തീരുന്നവരെ അടയ്ക്കുന്നില്ല എന്നുള്ളതാണ്. രാത്രി വേറെ വൈകി എത്തുന്നവർക്കും കട്ടൻ ചായയോ കാപ്പിയോ കൊടുക്കുന്ന രീതിയിലേക്കുള്ള ക്രമീകരണം ഒരുക്കി. ഇത് 3 മണി വരെ ഉണ്ടാവും. അപ്പോഴേ 4 മണിയാകുമ്പോഴേക്കും ചായക്കാവും. പഴയടത്തിന്റെയാണ് പാചകം എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. വലിയ തിരക്ക്, അതായത് എത്ര പേര് വന്നാലും അവർക്ക് ഏറെ നേരം കാത്തു നിൽക്കാതെ ഭക്ഷണം കഴിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് അല്പസമയം മുമ്പാണ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും ശിവൻകുട്ടിയും മടങ്ങിയത്. അത്രമാത്രം തിരക്കും മറ്റ് വേദികളിലുള്ള തിരക്കിന്റെ അതേപോലെ തന്നെയുള്ള തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. വലിയ ജനപങ്കാളിത്തം, കോഴിക്കോടിന്റെ ഒരു വലിയ ജനപങ്കാളിത്തമാണ് നമുക്ക് കലോത്സവത്തിന്റെ വേദികളിൽ കാണാനാകുന്നത്. അനുമോദ, ഇപ്പോൾ ഏതൊക്കെ പരിപാടികളാണ് അവിടെ പുരോഗമിക്കുന്നത്? കലാപ്രകടനങ്ങളാണ് ഇതിനോടകം തന്നെ മത്സരം പൂർത്തീകരിച്ചിട്ടുള്ളത്. ആര്യ, മത്സരങ്ങളൊന്നും തന്നെ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. കാരണം 11:30 കഴിഞ്ഞിട്ടാണ് പല വേദികളിലും തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച ഷെഡ്യൂളിനും അല്പം വൈകിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന വേദിയിൽ ഇപ്പോൾ 1-ാം നമ്പർ വേദിയിൽ മോഹിനിയാട്ടമാണ് നടക്കുന്നത്. 2-ാം നമ്പർ വേദിയിൽ നാടകം, ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത നാടകം പുരോഗമിക്കുന്നുണ്ട്. 3-ാം നമ്പർ വേദിയിൽ ഭരതനാട്യം പുരോഗമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുച്ചിപ്പുടി. ഈ തരത്തിൽ എല്ലാ വേദികളിലും 11 മണിക്ക് നിശ്ചയിച്ച മത്സരങ്ങൾ അല്പം വൈകി 11:30-11:00 ആരംഭിച്ചിട്ടുള്ളത്. തുടക്കത്തിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള വൈകലായിട്ടാണ് കാണാൻ. പക്ഷേ ഈ വൈകുന്നത് എത്രമാത്രം മറ്റ് മത്സരങ്ങൾ, അത് ഉച്ചയ്ക്ക് ശേഷം മത്സരങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എവിടെയും തടസ്സമില്ലാതെ ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ഈ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ശരി, CV അനുമോദാണ് കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അരങ്ങുണർന്നതുപോലെ തന്നെ കലവറയും ഉണർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണയും വിഭവ സമൃദ്ധമായി തന്നെ ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. മത്സരാർത്ഥികൾ ഉൾപ്പെടെ 45,000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് 3 നേരവും ഒരുക്കുന്നത്. രാവിലെ ചൂടോടെയുള്ള പ്രാതൽ, ഉച്ചയ്ക്ക് ചോറും പായസവും ഉൾപ്പെടെ 10 വിഭവങ്ങളടങ്ങിയ വെജിറ്റേറിയൻ സദ്യ, രാത്രിയിൽ 6 വിഭവങ്ങളോടെ അത്താഴം. കലോത്സവത്തിന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ ഊട്ടുപുരയിലെയും പന്തിയിലെയും വിശേഷങ്ങളാണിത്. ഏറ്റവും ആരോഗ്യകരമായ മത്സരങ്ങൾ നടക്കുന്ന വേദി ഏതെന്നറിയണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. 5 ദിവസം 5 തരം പായസം. കുമ്പളങ്ങ പായസമാണ് ഇത്തവണത്തെ വിശേഷ വിഭവം. സംസ്ഥാന കലോത്സവം 2005 പാചകം തുടങ്ങിയാണ്. അതിനുശേഷം ഇന്ന് വരെ തുടർച്ചയായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 16ാമത്തെ കലോത്സവത്തിന്റെ പാചകമാണ്. വെജിറ്റേറിയൻ വിഭവങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിയലുണ്ട്, എരിശ്ശേരി അല്ല കൂട്ടുകറി അല്ലെങ്കിൽ തീയൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു പച്ചടി, എല്ലാ ദിവസവും ഒരു പച്ചടി ഉണ്ടാവും, എല്ലാ ദിവസവും ഒരു കിച്ചടി ഉണ്ടാവും, അച്ചാറുണ്ടാവും, തോരനുണ്ടാവും, മോരല്ല രസം ഉണ്ടാവും. കോവിഡിന് ശേഷം എൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്സ് കുറവാണ്. ഉള്ളവരെ വെച്ച് പെയിൻറ്റ് ഉള്ളവരെ വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്ത് പോകാമെന്നുള്ള മാത്രമേ പറ്റുള്ളൂ.
അപ്പോൾ എല്ലാവരും കുറച്ച് സമയം റെസ്റ്റ് എടുക്കും, ബാക്കി പണിയെടുത്തിട്ട് പോകും. അങ്ങനെയാണ്. വിഭവങ്ങൾ തയ്യാറാക്കാൻ മാത്രം 70 ആളുകളുണ്ട്. കലവറയിലും ഊട്ടുപുരയിലും പന്തിയിലുമൊക്കെയായി സഹായികൾ വേറെയും. ന്യൂസ് 18 കോഴിക്കോട്. കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA DIFA ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. മറ്റ് വാർത്തകളിലേക്ക്. യുവ സംവിധായിക നയന സൂര്യയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. സ്വയം ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലെ വിചിത്രമായ സംശയം. വിശദമായ അന്വേഷണം വേണമെന്ന് നയനയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ അന്വേഷണം പ്രഖ്യാപിക്കുക. യുവ സംവിധായിക നയന സൂര്യയുടെ മരണത്തിന് കാരണം കഴുത്ത് ഞെരിഞ്ഞതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. കഴുത്തിന് ചുറ്റും മുറിവുകളുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കഴുത്തിലെ പരുക്ക് സംബന്ധിച്ച വിചിത്രവാദം. മരണകാരണമായ കഴുത്തിലെ ക്ഷതം നയന സ്വയം സൃഷ്ടിച്ചതെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്യപൂർവമായ അസ്ഫിക്സോഫീലിയ എന്ന അവസ്ഥയായതിനാലാണ് നയന സ്വയം പരിക്കേൽപ്പിച്ചതെന്നാണ് ഫോറൻസിക് കണ്ടെത്തൽ. സ്വയം പരിക്കേൽപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന അവസ്ഥയാണിത്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഇത് അപൂർവമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാൻ മനഃപൂർവ്വം ഈ റിപ്പോർട്ട് സൃഷ്ടിച്ചതാണോ എന്ന സംശയവും ബലപ്പെടുകയാണ്. നയനയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ഈ കേസ് ക്ലോസ് ആയെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്നേരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നു. നമ്മളത് ആരെയും കൊണ്ട് നോക്കിച്ചതുമില്ല. ഞാനത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് പിന്നീട് അത് എന്തുവാന്ന് അതിനെക്കുറിച്ച് ഞാൻ നോക്കിയതുമില്ല. ഇത് പിന്നെ ഇങ്ങനെയുള്ള സംഭവം ആയതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് അന്വേഷണം വേണം. നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ തിരുവനന്തപുരം DCP V അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പരിശോധിക്കുകയാണ്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടരന്വേഷണം തീരുമാനിക്കുക. ന്യൂസ് 18 തിരുവനന്തപുരം. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരവുമായി ബന്ധപ്പെട്ട ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അടൂരിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സംവിധായകൻ ജിയോ ബേബി ആവശ്യപ്പെട്ടു. വനിതാ ജീവനക്കാർക്കെതിരെ നടത്തിയ പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18 അഭിമുഖത്തിൽ പ്രതികരിച്ചത്. പഠിക്കാൻ വന്നവർ പഠിച്ചിട്ട് പോകണമെന്നും പ്രചരിപ്പിക്കുന്നത് സത്യമല്ലാത്ത കാര്യങ്ങളാണെന്നും അടൂർ. നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസമൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സ്ട്രൈക്ക് ചെയ്യുന്നത്? ഇവിടുത്തെ പഠനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും, എൻ്റെ അധ്യാപകരെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വന്നതാണ് എന്ന് ധാരണ ഉണ്ടായെങ്കിലേ ശരിയാവുള്ളൂ. ഇവരെല്ലാം പുച്ഛമായിട്ടൊരുത്തനോടൊന്ന് പഠിക്കാൻ വരരുത്. അവർ പിരിഞ്ഞു പോകണം എത്രയും വേഗം. പരാതി പറഞ്ഞ വനിതാ ജീവനക്കാർ ഇപ്പോൾ ഉടുത്തൊരുങ്ങി WCC അംഗങ്ങളെ പോലെ സ്റ്റാറായെന്നായിരുന്നു മറ്റൊരു പരാമർശം. ഈ ടിവിയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സ്റ്റാർസ് അവർ ഈ 4-5 പെണ്ണുങ്ങൾ നന്നായിട്ട് ഉടുത്തൊരുങ്ങിയൊക്കെയാണ് എവിടെ പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, WCC എന്ന് പറയുന്നത്. അവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ അവരിൽ ഒരാളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. അത്ര വളരെ സ്റ്റൈലായി താരങ്ങളായിട്ട് മാറി. ഗിവിങ് ഇൻ്റർവ്യൂസ് റെഗുലർലി. അവർക്കപ്പം പഠിച്ചു കഴിഞ്ഞവർ. അവർ നേരത്തെ ഇതൊന്നും പറയാൻ കഴിവുള്ളവരായിരുന്നില്ല. അവരെ എല്ലാം ട്രെയിൻ ചെയ്തു കഴിഞ്ഞു. തനിക്കെതിരെ പ്രതിഷേധിച്ച സിനിമാക്കാർ വൈകാരിക ജീവികളാണെന്നും ജിയോ ബേബി തന്നെ ഉപയോഗപ്പെടുത്തിയ ആളാണെന്നും അടൂർ വിമർശിച്ചു. ഒന്നാമത് അവരെ ആർക്കും തന്നെ ഈ എന്താ അവിടെ നടന്നത് സംഭവം ഇതിനെപ്പറ്റി ഇവർ പറയുന്ന പരാതികളെ പറ്റി യാതൊരു വിവരവുമില്ല. അവർ പിന്നെ പ്രതിഷേധം സ്ട്രൈക്ക് എന്ന് വരുമ്പോൾ ഇറങ്ങിച്ചാടുന്ന വൈകാരിക ജീവികളാണ്. അവരെന്താ സംഗതി അന്വേഷിച്ചിട്ടില്ല. ഇവരാരും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ജിയോ ബേബി അയാളുടെ പടം എടുത്തിട്ട് എൻ്റെ അടുക്കൽ അയച്ചു തന്നു. അത് കണ്ടിട്ട് അഭിപ്രായം പറയണം, ഞാൻ കുറച്ചൊക്കെ പിന്നെ എലിപ്പത്തായത്തിൻ്റെയൊക്കെ സ്വാധീനമുണ്ട് പടത്തിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്ക് നല്ല സർട്ടിഫിക്കറ്റ് പറഞ്ഞു കൊടുത്തു. അവിടെ ആളിനെ അയച്ച് പിന്നെ ചാനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതിന് അവിടെ പബ്ലിസിറ്റി വേണ്ടിയിട്ട് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ എന്നെ ഉപയോഗപ്പെടുത്തിയ ആളാണ് അയാൾ. അപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ പടം വലിച്ചു ധരിച്ച് കുഴപ്പമൊന്നുമില്ല. അതാണ് ക്യാരക്ടർ എന്നർത്ഥം. സംവിധായകൻ ജിയോ ബേബി അടൂരിനെതിരെ ആദ്യം രംഗത്തെത്തി. എന്റെ സിനിമയെ അയാൾ നല്ലത് പറഞ്ഞു,
അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ത് ചെയ്യണം? അയാൾ പറയുന്ന മുഴുവൻ വിഴുങ്ങണം. എനിക്ക് സൗകര്യമില്ല. അയാൾ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ പറ്റുന്ന ഒരു തലമുറയോടല്ല അയാൾ സംവദിക്കുന്നത്. അതൊക്കെ കാലം കഴിഞ്ഞു പോയി. അത് ഇവിടെ ഗവൺമെന്റ് എന്താണ് മനസ്സിലാക്കാത്തത്? അടൂർ ഗോപാലകൃഷ്ണനോടുള്ള വ്യക്തിയല്ല, ആ സ്ഥാനത്തിരുന്ന് അദ്ദേഹം ചെയ്യുന്ന, അല്ലെ ശങ്കരമോഹൻ എന്ന് പറഞ്ഞ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾക്ക് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. വനിതാ ജീവനക്കാരെ അധിക്ഷേപിച്ച അടൂരിന്റെ നിലപാടിനെ വിമർശിച്ച് സജിത മഠത്തിൽ രംഗത്തെത്തി. നല്ല വസ്ത്രം ധരിക്കുന്നത് അഭിമാനമാണെന്നും പരാതി പറഞ്ഞ വനിതാ ജീവനക്കാർക്കൊപ്പം നിൽക്കുമെന്നും സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. നിരവധി പേരാണ് പിന്നാലെ അടൂരിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. സമരം ചെയ്യാൻ പാടില്ലെന്ന അടൂരിന്റെ നിലപാടിനെ KSUവും വിമർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാരിന്റെ പഞ്ചിംഗ് സംവിധാനം പാളി. 2 സ്ഥലത്ത് മാത്രമാണ് പഞ്ചിംഗ് നടപ്പായത്. കളക്ടറേറ്റുകൾ, ഡയറക്ടറേറ്റുകൾ, വകുപ്പ് മേധാവികളുടെ ഓഫീസുകൾ അടക്കം സർക്കാർ ഓഫീസുകളിലാണ് പഞ്ചിംഗ് സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ചത്. കണ്ണൂരിലടക്കം പലയിടത്തും പഞ്ചിംഗ് മെഷീനുകൾ ലഭ്യമായിട്ടില്ല. അടുത്ത ആഴ്ചയോടെ മെഷീനുകൾ സ്ഥാപിക്കുമെന്നാണ് വിശദീകരണം. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ED ചോദ്യം ചെയ്യും. വടക്കഞ്ചേരിയിലെ ലൈഫ് വീട് നിർമ്മാണ കരാറുകാരനായ യൂണിടാക് MD സന്തോഷ് ഈപ്പനെ കഴിഞ്ഞ ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശിവശങ്കറിനെയും വിളിപ്പിക്കുന്നത്. സ്വപ്ന സുരേഷ്, സരിത് എന്നിവരെയും ചോദ്യം ചെയ്യും. പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. ലൈഫ് ഫ്ളാറ്റുകളുടെ നിർമ്മാണ കരാർ ലഭിക്കാനായി 4.5 കോടി രൂപ ഉദ്യോഗസ്ഥർക്കും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കുമായി കമ്മീഷൻ നൽകിയെന്ന് സന്തോഷ് ഈപ്പൻ CBIക്ക് മൊഴി നൽകിയിരുന്നു. പിരിച്ചുവിടൽ നടപടി നേരിടുന്ന ഇൻസ്പെക്ടർ PR സുനു ഇന്ന് DGPക്ക് മുന്നിൽ ഹാജരാകില്ല. ചികിത്സയിലാണെന്നും സാവകാശം വേണമെന്നുമാണ് മറുപടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുനുവിനെ പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കാൻ നേരിട്ടെത്താനായിരുന്നു നോട്ടീസ്. എറണാകുളം അയ്യമ്പുഴ സ്റ്റേഷനിലെ ഗ്രേഡ് SI ബൈജുക്കുട്ടനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. റൂറൽ SP ആണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. ബൈജുക്കുട്ടൻ മണ്ണ് കടത്താൻ കണക്കു പറഞ്ഞ് കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. SIയുടെ നടപടി ഗുരുതര കുറ്റമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. സംഭവം പോലീസിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ വിവാദങ്ങൾക്കിടയാക്കിയ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രൊജക്ടിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടുമെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അയ്യൻകുന്നിൽ കണ്ടെത്തിയ അടയാളങ്ങൾ ബഫർ സോൺ തിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചത് വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിരുന്നു. സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷം മാത്രമേ നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾ തുടരാവൂ എന്നാണ് കണ്ണൂർ ജില്ലാ കലക്ടർ S. ചന്ദ്രശേഖരന്റെ നിർദ്ദേശം. പ്രോജക്ടിന്റെ ഭാഗമായെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് കലക്ടറെ കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി ധരിപ്പിച്ചു. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ മുൻകൂർ അനുമതി വാങ്ങിക്കാതെ പ്രദേശത്ത് സർവേ നടപടികൾ തുടങ്ങിയതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. അതുകൊണ്ടുതന്നെ ജില്ലാ ഭരണകൂടം സർവേ നടപടികൾക്ക് അനുമതി നൽകില്ലെന്ന് ADM KK ദിവാകരൻ വ്യക്തമാക്കി. പ്രയർ പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ആരാണ് എന്താണ് ചെയ്തതെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഗവൺമെന്റിന് അനുമതി മേടിക്കുക, ചെയ്യുക, അതിൽ വേറെ അറിഞ്ഞൊന്നുമില്ല. കലക്ടർ നിർദ്ദേശിച്ച മാതൃകയിൽ സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സീനിയർ ജിയോഫിസിസ്റ്റ് ഗൗരവ് കുമാറും ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിശ്വജിത് പാലുമാണ് ധാതു നിക്ഷേപം സംബന്ധിച്ച പഠനങ്ങൾക്കായുള്ള സർവേക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി അയ്യൻകുന്ന് പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ചുവന്ന അടയാളങ്ങൾ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കർണാടക വനത്തിന്റെ ബഫർ സോണായി പ്രദേശത്തെ ഉൾപ്പെടുത്തുന്നു എന്ന് അടയാളം കണ്ട് തെറ്റിദ്ധരിച്ച നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. സന്നിധാനത്തെ മാളികപ്പുറത്തിന് സമീപമുള്ള വെടിപ്പുരയിലെ പൊട്ടിത്തെറിക്ക് കാരണം തീ പടർന്നതാകാമെന്ന് ADMന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ അട്ടിമറിയോ സുരക്ഷാ വീഴ്ചയോ ഇല്ല. റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് കൈമാറും. പൊട്ടിത്തെറിയുടെ പശ്ചാത്തലത്തിൽ മാളികപ്പുറത്തെ വെടിവഴിപാട് നിർത്തിവെച്ചു. പൊട്ടിത്തെറിയിൽ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. അതിരപ്പള്ളിയിൽ തുമ്പിക്കൈയിൽ കുരുക്കുമായി കാട്ടാന. പെരിങ്ങൽകുത്ത് റിസർവോയറിന് അടുത്താണ് തുമ്പിക്കൈ കുരുങ്ങിയ നിലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുള്ളത്. പരിസ്ഥിതി പ്രവർത്തകനും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ VK ആരിദ് 2018 ഇക്കാര്യം വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ല.
കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നുള്ള സംഘം ഇതേ സ്ഥിതിയിൽ ഈ ആനയെ കണ്ടിരുന്നു. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഇടപെടലിനെ തുടർന്ന് ആനയെ കണ്ടെത്തി കുരുക്കഴിക്കാൻ ശ്രമം തുടങ്ങി. വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം 3 റേഞ്ചുകളിലെ ഉദ്യോഗസ്ഥർ വനമേഖലയിൽ തെരച്ചിൽ തുടങ്ങി. പാലക്കാട് ധോണിയിൽ ഇറങ്ങിയ കാട്ടാനയെ പിടികൂടാനുള്ള നടപടി വൈകിയാൽ സമരത്തിനിറങ്ങുമെന്ന് മലമ്പുഴ MLA A പ്രഭാകരൻ. കാട്ടാന ആക്രമണത്തിൽ ഇനി ഒരാൾ കൂടി നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും MLA ന്യൂസ് 18നോട് പറഞ്ഞു. ധോണി മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള PT-7 എന്ന കാട്ടാനയെ പിടികൂടാൻ ഉത്തരവായിട്ടുണ്ടെങ്കിലും അതിപ്പോഴും നടപ്പിലാകാതെ നിൽക്കുന്നു. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നമ്മളോടൊപ്പം മലമ്പുഴ MLA A പ്രഭാകരൻ ചേരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ തീരുമാനിച്ചതാണ്, പക്ഷേ ഇതെല്ലാം വൈകുന്നു. എന്താണ് ഇതിനൊരു കാരണം? എന്തുകൊണ്ടാണ് ഇവരിത് വൈകുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിതിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ PT-7 എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ആനയാണ്. ആ ആനയെ സംബന്ധിച്ചിടത്തോളം കുറേ ഇപ്പോൾ ശിവരാമൻ ധോണിയിലെ തന്നെ, അതുപോലെ ഒരു വീട്ടമ്മ വിറകിന് പോയത് ഈ കഞ്ചിക്കോട്, അതുപോലെ തന്നെ ഒരു ഗൃഹനാഥൻ പൈപ്പിൽ വെള്ളം പിടിക്കുമ്പോൾ ഇവരുടെ ഒക്കെ ജീവൻ പോയത് ഈ ആനയാണെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. ഇവിടെ നിലവിലുള്ള ജില്ലാ ഓഫീസർമാർക്കും ഇതിനെക്കുറിച്ച് ഗൗരവം അറിയാം. ആന ഈ ഇരുട്ടാകാറായി കഴിഞ്ഞാൽ നാട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പലതവണ ഞാൻ സംസാരിച്ചു. ഇതിൻ്റെ ചീഫ് വൈൽഡ് വാർഡൻ അയാൾ ഒരു ഗംഗാ സിംഗാണ്. അദ്ദേഹത്തെ ഞാൻ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് MLA ഭയപ്പെടേണ്ട, ഞങ്ങൾ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് ഈ പത്രത്തിലൊക്കെ ഒന്ന് വന്ന വാർത്തകൾ, ആന ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആന കാട് കയറുന്നുള്ള രീതിയിലുള്ള ഒരു കാടൻ രീതിയാണ് ഇപ്പോൾ. കുറേ കാലങ്ങളായിട്ട് ഇറങ്ങുന്ന ആനയാണ്. അതേന്ന് ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ PT-7 ജനങ്ങളെ കണ്ട മുടുക്കുക, കൊല്ലുക. ഇപ്പോൾ 3 ജീവൻ പോയില്ലേ, 3-4 എണ്ണം. അപ്പോൾ എത്ര വിളനാശം ഉണ്ടായി, അതിന് കയ്യും കണക്കുമില്ല. ഇതൊക്കെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു, മന്ത്രിയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അതുപോലെ ഗംഗാസിംഗിനെ വിളിച്ച് പറഞ്ഞു. അവരൊക്കെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചെയ്യാം എന്ന് പറയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരുടെയെങ്കിലും ഇനി ഒരാളുടെ കൂടി ജീവൻ നഷ്ടപ്പെട്ടാൽ താങ്ങാനാവാത്ത പ്രത്യാഘാതം ഇവിടെ ഉണ്ടാകും എന്നേ എനിക്ക് അധികൃതരോട്. വനംവകുപ്പ് എന്തുകൊണ്ടാണ് ഇത്രയും അലംഭാവം കാണിക്കുന്നത്? ഇപ്പം അവിടുന്ന് പ്രാദേശികമായി അവിടുത്തെ CPM തന്നെ ഇതിനെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇത്ര അലംഭാവം കാണുന്നത്? അതായത് ജനങ്ങളെ അണിനിരത്തി ബാധിക്കപ്പെട്ടവർ മുഴുവൻ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ കൊണ്ടുപോയി സമരം നടത്തി. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടവർക്ക് അറിയേണ്ടല്ല. ഈ വിഷയം മാത്രമല്ല, ഏറ്റവും അവസാനമായിട്ട് ഞാൻ സബ്മിഷൻ 13-ാം തീയതി നിയമസഭ അവസാനിക്കുന്ന ദിവസം നിയമസഭയിൽ സബ്മിഷൻ ഇതായിരുന്നു PT-7. എന്നിട്ട് ഇന്ന് വരെ അനങ്ങിയിട്ടില്ല. കൂടൊരുങ്ങുന്നു വയനാടിൽ, അതുപോലെ ഇതിൽ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയണത് എന്താണ് എനിക്ക് ഉദ്ദേശം മനസ്സിലായില്ല. ഒരു പക്ഷേ അവർ ധരിക്കുന്നത് പിടിച്ചു കെട്ടി ഈ മതയാനയെ കൊണ്ടുപോയി 10-200 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും അവരെ അലട്ടുന്നത്. പക്ഷെ മനുഷ്യന് ജീവിക്കണ്ടേ? കാട്ടിൽ പോയിട്ട് ജനം മരിക്കുകയല്ലല്ലോ, നാട്ടിൽ ജനങ്ങൾ താമസിക്കുന്നവിടെയാണല്ലോ ആന വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഫോറസ്റ്റ് അധികൃതർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടി വരികയാണെങ്കിൽ സമരത്തിന് MLA തന്നെ രംഗത്തുമല്ലോ. എന്താ സംശയം? അല്ലെങ്കിൽ ആളുടെ ജീവൻ രക്ഷിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് MLA തന്നെ പോയി സമരത്തിന് അവിടെ പോയി ഇരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയില്ല എങ്കിൽ MLA തന്നെ സമരത്തിന് നേതൃത്വം നൽകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം സാഡുമിശ്ശേരി, ന്യൂസ് 18.